ഹലോ ഫ്രണ്ട്സ്, അടുത്ത ആഴ്ചയിലെ പവിത്രം സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്നത് കമലമ്മയ്ക്ക് കുറച്ചുകൂടി സീരിയസ് ആവുന്നതാണ് ഹെൽത്ത് കണ്ടീഷൻസൊക്കെ. ഓൾറെഡി വിക്രത്തിനെ പോയി കണ്ട് ഭയങ്കരമായി കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വിക്രത്തെ കാണണമെന്ന് പറഞ്ഞിട്ടായിരുന്നല്ലോ അന്ന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഭയങ്കര മോശം കണ്ടീഷനിലേക്ക് എത്തുകയാണ് കമലമ്മ. അപ്പോൾ സുധാകര മാഷാണെങ്കിൽ അടുത്ത് നിന്ന് സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ടെങ്കിലും ഭയങ്കരമായിട്ട് കമലമ്മ തളർന്നു പോവുകയാണ്. കാരണം വിക്രമം കൂടി ഇല്ല, വേദ എവിടെയാണ് എന്ന് പോലും അറിയാനായിട്ട് സാധിക്കുന്നില്ല. ഒരു പക്ഷേ വേദ എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ആശ്വാസം ആവുമായിരുന്നു. അല്ലെങ്കിൽ എല്ലാ സമയത്തും വിക്രമത്തിന് ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് വേദയായിരുന്നു ആശ്വസിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ കൊണ്ടുവന്നിരിക്കും, അമ്മ ഭയപ്പെടണ്ട എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച ആളായിരുന്നു വേദ. അപ്പോൾ വേദയും കൂടിയില്ല. അപ്പോൾ മൊത്തത്തിൽ മാനസികമായിട്ട് വല്ലാതെ തകർന്നു പോവുകയാണ് കമലമ്മ. അപ്പോൾ ഇനി നമ്മൾ കാണാൻ പോകുന്നത് ആ ഒരു സങ്കടപ്പെട്ട എപ്പിസോഡുകളായിരിക്കും. കാരണം കമലമ്മ നമ്മളെ ഈ സീരിയലിൽ നിന്ന് പോവുകയാണ്, അതായത് മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സീനൊക്കെ എങ്ങനെയാണ് കണ്ട് തീർക്കുക എന്നൊന്നും എനിക്ക് അറിയുന്നില്ല. കാരണം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു. കാരണം തമിഴിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ കമലമ്മ നല്ലൊരു ക്യാരക്ടറായിട്ട് നല്ലൊരു അമ്മയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ അവിടെ തമിഴ് സീരിയലിൽ എന്താ വ്യത്യാസം എന്ന് വെച്ചാൽ അവിടെ അച്ഛനാണ് മരിക്കുന്നത്, പക്ഷേ ഇതിൽ അവർ അല്ല, പകരം കമലമ്മയാണ് മരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും അങ്ങനെ വേണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി. നിങ്ങളും കൂടി ഒന്ന് കമൻറ്റ് ഇടണേ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന്. എന്തായാലും ഭൂരിപക്ഷം പവിത്രം കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും കമലമ്മയുടെ ഈ ഒരു മരണം വല്ലാത്തൊരു സങ്കടം തന്നെ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വേറൊരു രണ്ടാമത്തെ കാര്യം എന്താ നടക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ പോലീസുകാരൻ്റെ ആ വൈഫ് മരണപ്പെടുകയാണ്. കഥയുടെ പോക്ക് അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ പോലീസുകാരൻ്റെ വൈഫ് മരിക്കുകയും അതോടൊപ്പം തന്നെ വേദയുടെ ഡെലിവറിയും നടക്കുന്നുണ്ട്. വേദയുടെ കുഞ്ഞിനൊന്നും തന്നെ സംഭവിക്കുന്നില്ല. അപ്പോൾ ഇനി അതൊക്കെയായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ വേദയാണെങ്കിൽ ഈ പോലീസുകാരൻ്റെ അമ്മയായിട്ട് നല്ലതുപോലെ കമ്പനി ആയിട്ടുണ്ട്. ഇനി വേദയുടെ ലൈഫിലേക്ക് ഈ അമ്മയായിരിക്കും വേദയെ സപ്പോർട്ട് ചെയ്യുന്നതും കുഞ്ഞിനെ നോക്കുന്നതും വേദയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും. അതോടൊപ്പം തന്നെ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും കൂടെയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഒരു വീട്ടിലായിരിക്കും. അപ്പോൾ പതുക്കെ പതുക്കെ വേദയും പോലീസുകാരും തമ്മിലുള്ള ആ ഒരു കാഴ്ചകളൊക്കെ ഇനി നമ്മൾ കാണേണ്ടി വരും. നമ്മൾ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ്. കാരണം വിക്രത്തിൻ്റെ കൂടെ മാത്രമേ നമ്മൾ വേദയെ ഇഷ്ടപ്പെടാറുള്ളൂ. അപ്പോൾ അടുത്ത ആഴ്ചയിൽ ഓരോ എപ്പിസോഡും ഭയങ്കര സങ്കടത്തോടെ ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. കാരണം അടുത്ത ആഴ്ച ഇപ്പോൾ വേദയുടെ കാര്യം തന്നെയാണെങ്കിൽ പ്രഗ്നൻ്റ് ആണെന്ന് പോലും അറിയാതെ ഒറ്റയ്ക്ക് അവിടെ കിടന്ന് ഇതാവുകയാണ്. അതേസമയം വിക്രം ആണെങ്കിൽ ജയിലിൽ. ഇതിലിപ്പോൾ എന്താ നമ്മൾ കണ്ടിട്ട് സന്തോഷപ്പെടുക എന്നൊന്നും അറിയാൻ സാധിക്കുന്നില്ല. പവിത്രൻ 2 വന്നപ്പോൾ വളരെയധികം സന്തോഷിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എന്നെപ്പോലെ തന്നെ ഒരുപാട് പ്രേക്ഷകർ കാത്തിരുന്ന് കാണുമായിരുന്നു. കാരണം ആദ്യം ഏഷ്യാനെറ്റിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അതൊരു സങ്കടമായിരുന്നു. പിന്നെ ജിയോ ഹോട്ട്സ്റ്റാറിൽ മാത്രമാക്കി. എന്നിട്ടും നമ്മളിങ്ങനെ കാത്തിരുന്ന് കാണുമ്പോൾ ഇത്രത്തോളം ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ കാണണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സങ്കടമുണ്ട്. അപ്പോൾ ഇതൊക്കെ ആയിരിക്കും ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പവിത്രം സീരിയൽ വല്ലാതെ അഡിക്റ്റ് ആയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ നമ്മളിതൊക്കെ കണ്ടല്ലേ മതിയാകും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ.